എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. പുതിയതായി നിയമിതനായ ശ്രീ CPMൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ. ഒരു മലയാളി വീണ്ടും CPMൻ്റെ ഒരു പ്രധാന സ്ഥാനം ലഭിച്ചതിൽ എല്ലാ മലയാളികൾക്കും അതിയായ സന്തോഷമുണ്ട്. ഇനി താങ്കളുടെ കൈകളിലായിരിക്കും ഇന്ത്യൻ CPMൻ്റെ വളർച്ച. നല്ല രീതിയിൽ അത് വളരട്ടെ എന്ന് എല്ലാവരും അത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ താങ്കൾ സഞ്ചരിക്കേണ്ട വഴികൾ താങ്കൾ നല്ല രീതിയിൽ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടായിരിക്കണം ആ പാതകൾ ഉപയോഗിക്കേണ്ടത്. കാരണം അങ്ങനെയുള്ള പാതകളിൽ ഒത്തിരി പാഴ്മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. യാത്ര സുഖമായിരിക്കണമെങ്കിൽ ആ പാഴ്മരങ്ങളെല്ലാം വെട്ടി മാറ്റിയേ പറ്റൂ. ചില ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളും കാണും, എന്നാൽ അതിൽ കുറേ അധികം ഇത്തിൽക്കണ്ണികൾ കാണും. ഈ ഇത്തിൽക്കണ്ണികളെ വെട്ടി മാറ്റിയാൽ അത് മാറില്ല, വീണ്ടും അതിൻ്റെ ഒരു വേരതിൽ കാണും, വീണ്ടും അത് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. സോ ബെറ്റർ അതിനെയും വെട്ടിമാറ്റുക. ഇങ്ങനെയുള്ള നല്ലൊരു ശുദ്ധീകലശം ചെയ്തെങ്കിൽ മാത്രമേ ഒരു ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ. കേരളത്തിലെ ഇന്നത്തെ പാർട്ടിയുടെ ഭരണം ഇതൊക്കെ വെച്ചുമ്പോൾ ഏറ്റവും മുരടിപ്പ് പിടിച്ച ഒരവസ്ഥയിലാണ്. ഒരു ചിലർക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു ഭരണമാണ്. പാവങ്ങളെ നോക്കുക, കഷ്ടപ്പെടുന്നവരെ നോക്കുക, അതൊന്നും ഈ ഭരണത്തിന് ബാധകമല്ലാത്ത രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയോ കടങ്ങൾ എടുത്ത് മാത്രം ശമ്പളം കൊടുക്കുക, തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുക, ഇല്ലാത്തവർക്ക് തെറ്റില്ലാത്ത ശമ്പളമുള്ളവർക്ക് ശമ്പളം കൂട്ടി തലപ്പത്തുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ രാവുകൾ ആ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് സമരം ചെയ്യുന്ന ആശാന്മാരെ തിരിഞ്ഞുപോലും നോക്കാൻ കൂട്ടാക്കാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ഭരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നാണ് താങ്കളും ഒരു ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. താങ്കളുടെ പാത വളരെ ദുർഘടം പിടിച്ചതാണ്. എത്ര പേർ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യും, എത്ര പേർ കുതികാൽ വെട്ടും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പലരെയും ഇന്നാക്റ്റീവാക്കി അവരെ തിരശ്ശീലയ്ക്ക് പിന്നിലാക്കി കളഞ്ഞു. അങ്ങനെയുള്ളവരെയും താങ്കൾ കണ്ടെത്തുക. അവർ കൂടി താങ്കൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. ആകെ കുത്തഴിഞ്ഞ ഈ സാഹചര്യത്തിൽ താങ്കൾ ഈ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിൻ്റെ പിന്നിലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. താങ്കൾക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഏത് രീതിയിൽ അത് ചെയ്ത് സക്സസ് ആക്കണമെന്ന് പൊതുജനങ്ങൾക്കറിയില്ല. താങ്കളുടെ ബുദ്ധി അതിനുവേണ്ടി അങ്ങേയറ്റം വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. ഇനി താങ്കൾക്ക് പെട്ടെന്നൊരു റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഇതൊരു യാത്രയുടെ തുടക്കമാണ്, നീണ്ട ഒരു യാത്ര. യാത്രയിലുടനീളം പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾക്കെപ്പോഴും പാഴ് വസ്തുക്കളും പാഴ് ജന്തുക്കളെയും പാഴ് മനുഷ്യരെയും മാത്രമേ കാണാൻ പറ്റൂ. പാർട്ടിയുടെ പേരും പറഞ്ഞ് പാർട്ടിയെ നശിപ്പിച്ച് ഇല്ലാത്ത എല്ലാ അബദ്ധങ്ങളും കാട്ടിക്കൂട്ടി ഈ പാർട്ടിയെ വിശ്വസിച്ചവരെ അന്ധരാക്കിയും പാർട്ടിയെ വിശ്വസിച്ചവരെ പാർട്ടിയിൽ നിന്ന് അവർ സ്വയമേ പിരിഞ്ഞു പോണ ഒരവസ്ഥ രൂപം കൊടുത്തത് ഇന്ന് കേരളത്തിലുള്ള ഭരണ കേന്ദ്രങ്ങളാണ്. ആ ഭാഗം ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുക. ആദ്യം
അവിടെയും ഒരു ശുദ്ധീകരണം ചെയ്യേണ്ടി വരുന്നു. ആർക്കെങ്കിലും വേണ്ടി മാത്രം ഇപ്പോൾ നടത്തുന്ന ഭരണകൂടം പോലെ ആയിരിക്കരുത് താങ്കളുടെ ഭരണപരിഷ്കാരം. എല്ലാവർക്കും ഒരുപോലെ ഒരേ നീതി ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി ആയിരിക്കണം മിസ്റ്റർ എം.എ. ബേബി രൂപം കൊടുക്കേണ്ടത്, അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും പറയാം, കേരളത്തിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് മറ്റുള്ള ഇതര സ്റ്റേറ്റുകളിൽ നിന്നായിരിക്കും. ആ ഒരു സപ്പോർട്ട് താങ്കൾക്ക് കേരളത്തിൽ നിന്നും കിട്ടത്തില്ല. കാരണം ഇവിടെ ബൂർഷകളാണ്, ബൂർഷകളുടെ ഭരണ രീതിയാണ് ഇന്ന് വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചാൽ അതൊരു പൊൻതൂവലായിരിക്കും താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും. താങ്കൾക്ക് നല്ലത് വരട്ടെ. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ഞങ്ങൾ നേരുന്നു. ലാൽ സലാം. കാണാം, കേൾക്കാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.